ഇത് നോക്കിക്കേ, ഫെനലോസിസിൻ്റെ തൈകളാണ്. നമ്മുടെ ഏതൻ ഗാർഡനിൽ നിന്ന് മേടിച്ച തൈകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന വിധം കണ്ടോ, സൂപ്പറായിട്ട് നട്ടിട്ടുണ്ട് കണ്ടോ. ഇത് ഫെനലോസിസ് വന്ന് അല്പം ഷെയ്ഡിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം സാധാ ഓർക്കിഡൊക്കെ അവർ വെയിൽ കൊള്ളുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഡയറക്റ്റായിട്ട് ഇതിൽ വെയിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൃഷിഭവനിൽ ഇതുപോലെ പ്ലാന്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടാലും മതി, നമുക്ക് സബ്സിഡി കിട്ടും. പക്ഷേ ഒരു പ്ലാന്റിൽ തന്നെ ഇത്രയും തൈകൾ ആവശ്യമില്ല, ഒരു ചെറിയ ചെറിയ പ്ലാന്റുകൾ മതി സബ്സിഡിക്ക്. അപ്പോൾ ആ ക്യാഷ് നമ്മളൊരിക്കലും തിരിച്ചടയ്ക്കേണ്ട. അപ്പോൾ നമ്മൾ കൃഷിഭവനിൽ പോയി ചോദിക്കണം. ഈ തൈ മാറ്റേണ്ട സമയമായി കണ്ടോ. ഇത് ഒരു ഷൂട്ടിൽ നിന്ന് വന്നത്, അപ്പോൾ ഇത് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം കണ്ടോ. അപ്പോൾ ഇവർ നട്ടിരിക്കുന്ന രീതി കണ്ടോ, കരിക്കട്ട, തൊണ്ട്, ഓട് കഷ്ണം, ചാണകം കലക്കി ഒഴിച്ചിട്ടുണ്ട് കണ്ടോ, ചാണകം കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കറ്റാർ വാഴ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്, ചേച്ചി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒത്തിരി പ്ലാന്റ് ഇതാ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഓർക്കിഡ്, നമുക്ക് അധികം ഒരു ജോലിയില്ല, ഒരു ദിവസത്തെ പാടേ ഉള്ളൂ. കരിക്കട്ട തൊണ്ടിട്ട് ഇതുപോലെ പോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതെല്ലാം പുതിയ തിളിർപ്പാണ് കണ്ടോ. പുതിയ തിളിർപ്പ് വന്നാൽ നിങ്ങൾ ഉടനെ ചിന്തിച്ചോ, ആ ഷൂട്ടിൽ കറക്റ്റാണ് പൂ വന്നോളും കണ്ടോ. ഇത് കണ്ടോ, ഇത് ഉണങ്ങിയ കമ്പിൽ നിന്നാണ് ഒരു പൂ വന്നിരിക്കുന്നത് കണ്ടോ. ഉണ്ടോ ഉണങ്ങിയ കമ്പ്. അപ്പോൾ ഓർക്കിഡിൻ്റെ തൈകൾ അത്യാവശ്യമുള്ളത് നമ്മുടെ ഏതൻ തോട്ടത്തേക്ക് വരണേ. പൂവില്ലാത്ത പ്ലാന്റും 100 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതും അത്യാവശ്യമുള്ളവർക്ക് വാങ്ങി ഇതുപോലെ നമുക്ക് സബ്സിഡിക്ക് വേണ്ടി വളർത്താം. ഇതെല്ലാം ചെറിയ ചെറിയ ഷൂട്ടാണ് കണ്ടോ. ഒടിച്ചൊടിച്ചൊടിച്ച് അവർ വെച്ചിരിക്കുന്ന വിധം കണ്ടോ, തടി കഷ്ണങ്ങളിലും. ഇത് കണ്ടോ, തൊണ്ടിൽ വെച്ചിരിക്കുന്നത് കണ്ടോ, തൊണ്ടിൽ കെട്ടി കയറ് കൊണ്ട് ചുറ്റി ചാണകം ഇതുപോലെ തേച്ച് കൊടുക്കണം. പച്ച ചാണകം തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്കൊന്ന് കാണിക്കാൻ വേണ്ടി. ഇത് കണ്ടോ, ഇത് ഡാൻസിങ് ഓർക്കിഡാണ് കണ്ടോ. ഇതിൻ്റെ തൈകൾ ഒത്തിരി ഇവിടെ നിൽപ്പുണ്ട്. മഞ്ഞ കളർ പൂവായിരിക്കും കണ്ടോ. ഇത് നമ്മുടെ കുറ്റി കുരുമുളക്, കരിമുണ്ടൻ കണ്ടോ. അപ്പോൾ ഇത് ആ ചേച്ചി അവിടെ നിന്ന് മേടിച്ച തൈയുണ്ട്, നേരത്തെ ഇവിടെ നിന്ന തൈയുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി കായായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു 5 ഡ്രമ്മിൽ ഇതുപോലെ വെച്ചാൽ മതി, സൂപ്പറായിട്ട് നിറച്ച്. ഇതിൽ അധികം വളം വേണ്ട, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇതിൽ നിന്നും ഉണക്കിയെടുത്തതാണ് ഇത് കണ്ടോ. അപ്പോൾ വീട്ടിൽ അത്യാവശ്യത്തിന് കുരുമുളകിൻ്റെ വിലയെല്ലാം അറിയാമല്ലോ നമുക്ക്. അത്യാവശ്യം കുരുമുളകിൻ്റെ തൈയൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.